നമസ്കാരം. +2 NOISൻ്റെ 13ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ടൈഗർ ഇൻ ദ ടണൽ. റസ്കിൻ ബോണ്ടിൻ്റെ ഒരു സ്റ്റോറിയാണിത്. ഒരു ഫാദറും സണ്ണും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഫാദറും സണ്ണും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അദ്ദേഹത്തിൻ്റെ ജോബിനെ സംബന്ധമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനുമാണ് ഈ സ്റ്റോറിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് സൈലൻറ്റ്. എ യങ് ബോയ് ആൻഡ് ഹിസ് ഫാദർ ആർ അലോൺ ഇൻ എ ഹട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ ജംഗിൾ. സൂൺ ദ ഫാദർ ലീവ്സ് ഹിസ് സൺ അലോൺ ആൻഡ് ഗോസ് ഔട്ട് ഇൻ ടു ദ ജംഗിൾ. വെർ ഡസ് ഹീ ഗോ ആൻഡ് വൈ? എന്തെന്നാണ് പറയുന്നത്? അച്ഛനും മകനും താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറയുന്നത്. അച്ഛനും മകനും കാടിന് നടുക്കുള്ള ഒരു കുടിലിലാണ് താമസിക്കുന്നത്. പെട്ടെന്ന് അച്ഛന് മകനെ അവിടെ നിർത്തി തനിച്ചാക്കി കാട്ടിലേക്ക് പോവേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോവേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. രാത്രിയാണ്, ഡാർക്ക് ആൻഡ് സൈലൻ്റ്. അറിയാം, രാത്രികാലമായിരുന്നിൽ ഇരുട്ടായിരിക്കും, പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും. ആ സമയത്താണ് മകനെ കുടിൽ തനിച്ചായി അച്ഛൻ പോകുന്നത്. അത് എന്തുകൊണ്ടെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സെക്ഷൻ ഫസ്റ്റ്. Tembu the boy opened his eyes in the dark and wondered if his father was ready to leave the hut on his night errand. എന്താണ് പറയുന്നത്? ടെമ്പു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇരുട്ടാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്നാണ് ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. എവിടേക്കാണ് പോകുന്നത്? ജംഗിളിലേക്ക്, കാട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുന്നത്, സാധാരണ ദിവസത്തേക്കാളും അന്നത്തെ ഡേ ചന്ദ്രനൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുണ്ടമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, ഇരുട്ടാണ്. ചീവീടിൻ്റെ ശബ്ദങ്ങൾ മാത്രമാണ് കേൾക്കാനുള്ളത്. ചില സമയങ്ങളിൽ കുറച്ചകലെ നിന്നായി മരം കുത്തുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ലോങ് ആയിട്ട് നിന്നിട്ട് ചെറിയ ചെറിയ ശബ്ദങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചില സമയത്ത് സൗണ്ട്സിന് കാട് വിഴുങ്ങുന്നതായിട്ടാണുള്ളത്. ചിലപ്പോഴത് പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ട് മാറുന്നുണ്ട് പെട്ടെന്ന് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഫാദറാണ് ബാൽഡിയോ, അദ്ദേഹത്തിൻ്റെ മകനാണ് ടെമ്പോ. ഒരു വാച്ച്മാനാണ് ഈ ടെമ്പോയുടെ ഫാദറായ ബാൽഡിയോ. നൈറ്റ് ടൈമാണ്, അപ്പോൾ നല്ല തണുപ്പാണ്. അതിനാൽ പരമാവധി തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിൽ ഷാളൊക്കെ കവർ ചെയ്തിട്ടാണ് അദ്ദേഹം പോകാൻ റെഡിയാവുന്നത്. അടുത്തത് ഈ പാരഗ്രാഫിൽ ഇതാണ് പറയുന്നത്. അടുത്ത് നമുക്ക് ചെറിയ പാരഗ്രാഫാണ്, അതിലെന്താ പറയുന്നത് നോക്കാം. ബാൽഡിയോ ദ വാച്ച്മാൻ വാസ് എവേക്ക്. അതായത് എന്താ പറയുന്നത്? ഹി സ്ട്രെച്ച്ഡ് ഹിംസെൽഫ് സ്ലോലി അൺവിൻഡിങ് ദ heavy shawl that covered him. It was close on midnight and the chill air made him shiver. എന്താണ് പറയുന്നത്? ഷോൾ കൊണ്ട് നല്ലോണം പൊതിഞ്ഞ് അദ്ദേഹം ആ തണുപ്പിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഷോളൊക്കെ കവർ ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കായിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഒരു വാച്ച്മാനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഷോളൊക്കെ കവർ ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ വലിയൊരു തുരങ്കം ആണ്. സാധാരണഗതിയിൽ ട്രെയിൻ ആ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് ഒരു ചെറിയൊരു ഷെഡ് എന്ന് പറയാൻ കഴിയില്ല, അവിടെ ഒന്ന് ഇത്തിരി നേരം ഒന്ന് സ്ലോ ആക്കും, ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷമാണ് ഈ തുരങ്കത്തിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. ബാൽഡിയോയുടെ ഡ്യൂട്ടി എന്തെന്നാൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ടണൽ ഓക്കെ ആണെന്ന് പറയുകയാണ് ബാൽഡിയോയുടെ ഡ്യൂട്ടി. അതുപോലെ രാത്രി കാലങ്ങളിൽ ലാംപ്സൊക്കെ കറക്റ്റായി കത്തുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും ഇദ്ദേഹത്തിൻ്റെ കടമയാണ്. സുരക്ഷിതമായി ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ലൈൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ ഇദ്ദേഹം കണ്ടുപിടിക്കേണ്ടതും ഇദ്ദേഹത്തിൻ്റെ കടമയാണ് എന്നാണ് പറയുന്നത്. ആ കുടിലിൻ്റെ മൂലയ്ക്ക് ഇപ്പോഴും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. എന്നിട്ട് ഉറക്കച്ചടവോടുകൂടി കൂടിയിട്ട് ആ ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്ന് ഉണർന്ന് ഉറക്കച്ചടവോട് കൂടിയിട്ട് അച്ഛനോട് ചോദിക്കുന്നതാണ് അടുത്ത് പറയുന്നത്. അച്ഛൻ്റെ കൂടെ ഞാനും വന്നോട്ടെ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പം അച്ഛൻ എന്താണ് പറയുന്നത്? വേണ്ട, നല്ല തണുപ്പാണ്, നീ വരണ്ട, അവിടെ തന്നെ കിടന്നോ. അപ്പം എന്താണ്, ടെമ്പുവിന് 12 വയസ്സുണ്ട്. അച്ഛൻ്റെ കൂടെ സ്റ്റേഷനിൽ
ഇതുവരെ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. കാരണം തെമ്പുവിൻ്റെ വീട്ടിൽ തെമ്പുവിൻ്റെ മദറും ഒരു ചെറിയ സഹോദരിയുണ്ട്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ 12 വയസ്സായ തെമ്പുവിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ട് അവൻ അച്ഛൻ്റെ കൂടെ പോയി ആ സ്റ്റേഷനിൽ ഇതുവരെ കിടന്നുറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഫാമിലി ഒരു ആദിവാസി ഗ്രാമത്തിൻ്റെ കാടിന് സമീപത്തായിട്ടാണ് ഇവരുടെ കുടിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ കുടിലാണ്. കുടിലിൽ നിന്ന് സ്റ്റേഷനിലേക്ക് 3 മൈൽ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജോബ് ബാൽഡിയോയ്ക്ക് കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നെൽപ്പാടാണുള്ളത്. അപ്പം ഈ നെൽപ്പാടത്തു നിന്നും കിട്ടുന്നത് കൊണ്ടൊന്നും ഒരു ജീവിതമാർഗമായിട്ടിരുന്നില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, കലാസി എന്ന് പറയുന്നത് എന്താ, വാച്ച്മാൻ്റെ ജോബിനാണ് കലാസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെൽപ്പാടത്തു നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വാച്ച്മാൻ ജോബ് ഇവരെ വല്ലാണ്ട് സ്വാധീനിപ്പിക്കുന്നുണ്ട്, അതായത് നല്ലോണം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബാൽഡിയോ പറയാണ്, എനിക്ക് ജോബ് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടാണ് ബാൽഡിയോ കരുതുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രിയിലാണല്ലോ പുറപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരയുകയാണ്. ആ വിളക്ക് തിരഞ്ഞു. അപ്പോൾ വിളക്ക് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം വീണ്ടും തിരയുകയാണ് തീപ്പെട്ടിക്ക് വേണ്ടിയിട്ട്. തീപ്പെട്ടി കിട്ടി. വിളക്ക് കത്തിച്ചതിന് ശേഷം കുടിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വാതിലിൻ്റെ ഡോറൊന്ന് ചാരിയിട്ട് ദിവസവും പോകുന്ന രീതിയിൽ വിളക്ക് കത്തിച്ച് പുറപ്പെട്ടു. വിളക്കിൻ്റെ വെട്ടം കണ്ട് ടെമ്പോ വീണ്ടും ഉണർന്നു. ഈ വെട്ടം കാരണം വീണ്ടും ഉണർന്നു എന്നാണ് ലാസ്റ്റ് പാരയിൽ പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 2 നോക്കാം. സെക്ഷൻ 2 എന്താ പറയുന്നത്, അറ്റ് മിഡ് നൈറ്റ് ബാൽഡിയോ ഗോസ് ഔട്ട് ഓഫ് ഹിസ് ഹട്ട്. ഇൻ ദ തിക്ക് ഫോറസ്റ്റ് ദ ജംഗിൾ ഈസ് ഫുൾ ഓഫ് ഡേഞ്ചറസ് ആനിമൽസ്, ബട്ട് ബാൽഡിയോ ഹാസ് എ ജോബ് ടു ഡു ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതായത് എന്താ പറയുന്നത്, ആ മിഡ് നൈറ്റ് രാത്രിയിൽ ബാൽഡിയോ പുറപ്പെടാൻ തയ്യാറാവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജോബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഒരു റിസ്കി ട്രാവലാണ്, ഡേഞ്ചറസ് ആനിമൽസൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് അദ്ദേഹത്തിൻ്റെ ജോബാണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് കേട്ടോ. യാത്ര പുറപ്പെടുന്നു. കുടിലിൽ നിന്ന് ഫോറസ്റ്റിലെത്തി. അർദ്ധരാത്രിയാണ്. റിസ്കി ട്രാവലാണ്, ജോബിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അദ്ദേഹം ഈ അനിമൽസിനേക്കാളൊക്കെ പ്രാധാന്യം വയ്ക്കുന്നത് ജോബിനാണ്. അപ്പോൾ അദ്ദേഹം നോക്കുകയാണ് ഒറിജിനൽ പോസ്റ്റിലെ വിളക്ക് ഇപ്പോഴും അണഞ്ഞിട്ടുണ്ടോ. അതായത് അദ്ദേഹത്തിൻ്റെ ജോബാണല്ലോ ഈ ഇതൊക്കെ കണ്ടുപിടിക്കലും പ്രോബ്ലംസ് ഒഴിവാക്കലൊക്കെ അദ്ദേഹത്തിൻ്റെ ജോബായതുകൊണ്ട് തന്നെ വിളക്ക് അണഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ അതിശയിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഷാളിനോട് കുറച്ചുകൂടി അടുത്തു. ചിലപ്പോൾ റെയിലിനോട്, ചിലപ്പോൾ ബാലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റെയിൽവേക്കും റോഡിനും ഇടയിലുള്ള ഭാഗത്തെയാണ് ബാലസ്റ്റ് എന്ന് പറയുന്നത്. കുടിലേക്ക് എത്ര ദൂരം ഉണ്ട് തിരിച്ചു മടങ്ങാൻ, കുടിലേക്ക് ഇവിടെ നിന്നും തിരിച്ചു മടങ്ങാൻ 3 മൈൽ ദൂരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെ ഉന്മേഷം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്, സ്ഥലത്തിൻ്റെ ഉന്മേഷം വർദ്ധിപ്പിക്കാൻ കാരണം പ്രധാനമായിട്ടും സ്ഥലത്തിൻ്റെ ഉന്മേഷം വർദ്ധിച്ചു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന അയൽക്കുന്നുകളാണ്. ഈ സ്ഥലത്തിൻ്റെ ഉന്മേഷത്തെ വർദ്ധിപ്പിക്കാൻ കാരണം അയൽക്കുന്നുകളാണ് എന്നാണ് പറയുന്നത്. ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അയൽക്കുന്നുകളാണ് ഈ സ്ഥലത്തിൻ്റെ ഉന്മേഷത്തെ കൂടുതൽ ഭംഗിയാക്കി തീർത്തത് എന്നാണ് പറയുന്നത്. കട്ടിലിലേക്ക് പ്രവേശിച്ചപ്പോൾ ശിലാഫലകം, അതായത് പാറക്കെട്ടുകളുടെ മതിലുകൾക്ക് റെയിൽക്കെട്ടിന് മുകളിലായി കാണുന്നതാണ് ഈ ശിലാഫലകം. ബാൽഡിയോ എങ്ങനെ നേരിടും ഇതിനെയൊക്കെ, അതായത് മൃഗങ്ങളെയൊക്കെ എന്ന് ചിന്തിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം മാനീറ്ററിനെ കുറിച്ചും കടുവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായി. എന്നാലും അദ്ദേഹം ഒരു മാസം മുൻപ് കുറച്ച് സ്റ്റോറീസിലൊക്കെ വായിച്ച് അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഈ മാനേറ്ററിനെയും കടുവകളെയും ഈ മൃഗങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പം ഇദ്ദേഹം ഒരിക്കൽ പോലും പക്ഷേ മാനേറ്ററിനെ അങ്ങനത്തെ സാധനങ്ങളെയും ഒന്നും കണ്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, തീർച്ചയായും പുള്ളിപ്പുലികളെയൊക്കെ പാന്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിപ്പുലിനെയാണ് പാന്തർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും
പുള്ളിപ്പുലികളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായേക്കാം. അതായത് ആ വില്ലേജ് പീപ്പിള് അതിനെ കുന്തവും മഴുവും ഒക്കെ വെച്ച് അതിനെ കൊന്നു. അപ്പോൾ എന്താണ് ബാൽഡിയോ പറയുന്നത്? ബാൽഡിയോ ഇതിനു മുൻപ് പാന്തർ അതിൻ്റെ ഇണയെ വിളിക്കുന്നത് കേൾക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പോൾ ആ ശബ്ദമൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇണയെ വിളിക്കുന്ന ശബ്ദമൊക്കെ ഈ ബാൽഡിയോ കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ തുരങ്കത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഷെഡിലോ ഈ പാന്തർ വന്നിട്ട് ദ്രോഹമോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബാൽഡിയോ വളരെ ധൈര്യത്തോടെ കാട്ടിലേക്ക് പോയി. മുമ്പുണ്ടായ ആൾക്കാരൊക്കെ മഴു എപ്പോഴും കൂടെ കരുതുമായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ കൈവശം ഒരു മഴു എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ബാൽഡിയോയും അതുപോലെ തൻ്റെ കൈവശം ഒരു മഴു കൂടെ കരുതിയിരുന്നു. ബാൽഡിയോ സ്വന്തം അഭിമാനിക്കുകയാണ് തൻ്റെ കഴിവിൽ. കാരണം ഈ മൃഗങ്ങൾക്കെതിരെ തനിക്ക് ഒരു മഴുവുണ്ടെന്ന വിശ്വാസത്തിൽ അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട്. തനിക്ക് ഒരു എന്താ പറയുക, മൃഗങ്ങളെയൊക്കെ കൊല്ലാനുള്ള ഒരു ശേഷിയുണ്ട്. ഈ കോടാലി ഉപയോഗിച്ച് ഒരു കാട്ടുപന്നിയെ കൊന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാട്ടുപന്നിയെ കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും 3 ദിവസം ഫുഡാക്കി, അതായത് 3 ദിവസം അത് ആഹാരമായി കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ആക്സിൻ്റെ തലഭാഗം വളരെ ശുദ്ധമായ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നേരിയതായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ ശബ്ദം ബെല്ലിനെ പോലെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കരിക്കട്ടയൊക്കെ കൂട്ടിയിട്ടിട്ട് തീ വെച്ചുണ്ടാക്കിയതാണ് ഈ ആക്സ്. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ഈ ആക്സ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. തീക്കട്ടയൊക്കെ കൂട്ടിയിട്ട് തീ വെച്ച് അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ഈ ആക്സ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അവൻ എവിടെയൊക്കെ പോയാലും എന്താ പറയുന്നത്, ഇപ്പോൾ 7 മൈൽ ദൂരെയുള്ള അല്ലെങ്കിൽ 1 മൈൽ ദൂരെയുള്ള ഒരു മാർക്കറ്റിൽ പോയാലും അല്ലെങ്കിൽ ഒരു ട്രൈബൽ ഡാൻസിൻ്റെ ഒരു പാർട്ടിയിൽ പോയാലും ഒക്കെ ഈ കോടാലി അദ്ദേഹം കൂടെ കൊണ്ടുപോകുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ടു ദ പ്രൊട്ടക്ഷൻ. അപ്പം ഈ കോടാലിക്ക് വേണ്ടി നല്ലൊരു തുക പലരും ഓഫർ ചെയ്തു. ഈ കോടാലി കണ്ടിട്ട് ഈ കോടാലിക്ക് വേണ്ടിയിട്ട് പലരും നല്ലൊരു തുക ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലും തൻ്റെ കൈവശമുള്ള ഈ കോടാലി മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പം മൃഗങ്ങളിൽ നിന്നുമുള്ള ആക്രമണത്തിൽ നിന്നും സേവ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഈ ആക്സ് ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് വിട്ടുകളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കട്ടിങ് എന്താ പറയുക, നല്ല കറുത്ത ഇരുട്ടിലും തീവ്രമായിരുന്നു എന്നാണ് പറയുന്നത്. കാണുമ്പോൾ ഈ നല്ല അർദ്ധരാത്രിയിലൊക്കെ നല്ല ഇരുട്ടാണ്, അപ്പോഴും കട്ടിങ് നല്ല തീവ്രമായിട്ട് കാണാമായിരുന്നു. ആ വിളക്ക് കത്തി നിൽപ്പില്ല, അണഞ്ഞിരിക്കുന്നു. ബാൽഡിയോ പെട്ടെന്ന് ആ വിളക്ക് ചങ്ങലയിൽ താഴേക്ക് വലിച്ചു കൊണ്ടുവന്നു. എണ്ണ തീർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം വീട്ടിൽ പോയിട്ട് എണ്ണ എടുത്തുകൊണ്ട് വരേണ്ടി വരും. അപ്പോൾ നോക്കുമ്പോൾ വിളക്കിൽ കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ മെയിൻ ട്രെയിൻ 5 മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നത്. അദ്ദേഹം വീണ്ടും തീപ്പെട്ടി തിരയാൻ തുടങ്ങി. അദ്ദേഹം കുറച്ച് സമയം നിന്നു. ഒരൊച്ച കേൾക്കുന്നുണ്ടായിരുന്നു. പേടിപ്പിക്കുന്ന തരത്തിലൊരു വാനിൻ്റെ കരച്ചിലായിരുന്നു അത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഭയം തോന്നി എന്നാണ് പറയുന്നത്. ഇരുട്ടിൽ തനിയാണ് ഒരു കരച്ചിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പേടി തോന്നി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വിളക്കിലൊരു ഇച്ചിരി എണ്ണയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം. അദ്ദേഹം അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു, വീട്ടിൽ പോയിട്ട് എണ്ണ എടുത്ത് കൊണ്ടുവരേണ്ടി വരുമായിരുന്നു. അത് അദ്ദേഹത്തെ കാത്തു. അദ്ദേഹത്തിന് അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണ വെച്ച് അദ്ദേഹം വിളക്ക് കത്തിച്ച് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയൊക്കെ വെച്ച് അദ്ദേഹം സ്പീഡായി തുരങ്കത്തിലേക്ക് നടന്നു. ആ ലാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടായിരുന്നു അദ്ദേഹം നടന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ നിഴൽ ചുമരിൽ കാണുമായിരുന്നു എന്നാണ് പറയുന്നത്. ട്രെയിൻ വരുവാനുള്ള ലൈൻ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തി മെയിൻ ട്രെയിനായിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തു. അവിടെ ഇരുന്നു. ട്രെയിൻ വൈകിയാണ് വന്നത്. അദ്ദേഹം എന്താ പറയുക, കുറച്ച് പേടിച്ച് ഭയമായിട്ട് പതുങ്ങിയൊക്കെയാണ് ഇരുന്നത്. മിക്കവാറും ബാൽഡിയോ മറന്നുപോയി കാണും എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ബാൽഡിയോ മറന്നു പോയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് തലയാട്ടാൻ തുടങ്ങി. അയ്യോ മറന്നു പോയല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം തലയാട്ടാൻ തുടങ്ങി. അവിടെ ഗ്രൗണ്ടിലെ ട്രെയിൻ പോകുന്ന ശബ്ദം കേട്ട് ബാൽഡിയോൻ്റെ സണ്ണുണർന്ന് കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അച്ഛനോട് പറയാണ്,
വിളക്ക് കത്തിക്കാൻ പറയുകയാണ്. അപ്പോഴാണ് അവൻ ഓർത്തത് അച്ഛൻ കുറച്ച് മുന്നേ ആയിട്ട് അച്ഛൻ ഇവിടെ നിന്ന് പോയിരുന്നു എന്നുള്ളതാണ് അപ്പോഴവന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ട്രെയിൻ പോയതിന് ശേഷം ഒരു ഫുഡ് സ്റ്റെപ്പ് കേൾക്കാം. അപ്പോൾ അത് അവൻ്റെ അച്ഛനായിരിക്കുമെന്ന് അവൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്. എപ്പോഴും അങ്ങനെയാണ് വരാറ്. അപ്പോൾ ഈ ട്രെയിൻ പോയതിന് ശേഷമുള്ള ഫുഡ് സ്റ്റെപ്പിനായിട്ട് അദ്ദേഹം ബാൽഡിയോയുടെ സണ്ണായ ടെമ്പോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവൻ വീണ്ടും കിടന്നെങ്കിലും ഉറങ്ങിയില്ല. കാരണം അവൻ്റെ അച്ഛൻ വരുന്നതിനായിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നു. ഫാദർ ഇറ്റ്സ് ടൈം ടു ലൈറ്റ് ദ ലാമ്പ് ഹി മമ്പിൾഡ് ആൻഡ് ദെൻ. മമ്പിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറുമുറുക്കുക ഇങ്ങനെ പറയും, ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ മുറുമുറുക്കുക. റിയലൈസിങ് ദാറ്റ് ഹിസ് ഫാദർ ഹാഡ് ബീൻ ഗോൺ സം ടൈം. അദ്ദേഹത്തിൻ്റെ ഫാദർ പോയിന്ന് അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്. ഹി ലേ ഡൗൺ അഗെയിൻ. അവൻ വീണ്ടും ഉറങ്ങിയില്ല, വീണ്ടും കിടന്നു. ബട്ട് ഹി വാസ് വൈഡ് അവേക്ക് നൗ, വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ ടു പാസ്, വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ റിട്ടേണിങ് ഫുഡ് സ്റ്റെപ്സ്. അതായത് എന്താണ്, വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ ടു പാസ്. ട്രെയിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്ത് ഉണർന്ന് കിടന്നു. വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദേഴ്സ് റിട്ടേണിങ് ഫുഡ് സ്റ്റെപ്പ്. അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റെപ്പിനായിട്ട് കാത്തിരുന്നു. ട്രെയിൻ പോയതിന് ശേഷമുള്ള ഫുഡ് സ്റ്റെപ്പിനായിട്ട് അദ്ദേഹം കാത്തിരുന്നു എന്നുള്ളതാണ് സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും ഇതാണ് സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.